ഹലോ നമസ്കാരം, എൻ്റെ പേര് ജിതിൻ. നമ്മൾ മുൻപ് കുറച്ചധികം വീഡിയോസ് നമ്മളെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മിക്കവാറും ലോൺസിനെ കുറിച്ചിട്ട് തന്നെയായിരുന്നു. അതിൽ നമ്മൾ വീഡിയോസ് വീണ്ടും നമ്മൾ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. നമ്മൾ ഹോം ലോണിൻ്റെ കുറച്ച് കാര്യങ്ങൾ മുൻപത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ആ ഹോം ലോണായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇവിടെ പറയുന്നത്. ഈ ഹോം ലോൺ നമുക്ക് നേരത്തെ എങ്ങനെ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ കസ്റ്റമർക്ക് ലോൺ എടുക്കുന്ന കസ്റ്റമർക്ക് എങ്ങനെ കൂടുതൽ ബാധ്യത വരാതെ ക്ലോസ് ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത്. നമ്മൾ ഹോം ലോൺ ഏതൊരു ബാങ്കിൽ നിന്ന് എടുക്കുന്ന സമയത്തും നമ്മൾ മിക്കവാറും ആളുകൾ EMI കുറയ്ക്കാന്നുള്ള കാഴ്ചപ്പാടിൽ കൂടുതൽ കാലാവധിയിലാണ് 25-30 വർഷം കാലാവധിയിലൊക്കെയാണ് ഹോം ലോൺ സാധാരണ എടുക്കാറ്. ശരിക്കും അങ്ങനെ ഹോം ലോൺ നമ്മൾ ഇത്രയും ദീർഘ കാലാവധിയിൽ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് EMI കുറയും ആ സമയത്ത്. പക്ഷേ പലിശ ഇത്രയും വർഷം കൊണ്ട് അടയ്ക്കുമ്പോൾ പലിശ കൂടുകയാണ് സ്വാഭാവികമായിട്ട് ചെയ്യാറ്. അപ്പം നിങ്ങൾ അങ്ങനെ ഹോം ലോൺ എടുക്കുന്ന ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഒരു 15 വർഷമോ 20 വർഷത്തേക്കോ ആക്കി എടുക്കാനും ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ അഥവാ 30 വർഷത്തേക്ക് നിങ്ങൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എടുത്ത ബാങ്കിൽ EMI കൂടാതെ അതിൽ കൂടുതൽ എമൗണ്ട് കൂട്ടി അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ അത്തരം രീതിയിലേക്ക് മാറ്റാവുന്നതാണ്. അതായത് EMIക്ക് പുറമെ കൂടുതൽ എമൗണ്ട് ബാങ്കിലേക്ക് അടയ്ക്കുകയാണെങ്കിൽ നിങ്ങളെ പലിശ ഭാരം കുറയുന്നതാണ്. അതേപോലെ നിങ്ങളിപ്പോൾ ലോൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ പൊതുവെ കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ക്രെഡിറ്റ് തരുന്ന ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാഭാവികമായിട്ടും കൂട്ടിയിട്ടായിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. ഈ നിങ്ങളിപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, ക്രമേണ EMI അടച്ചു നിങ്ങൾ ക്രെഡിറ്റ് സ്കോർ ഓട്ടോമാറ്റിക് ആയിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും, കൂടിയിട്ടുണ്ടാവും. 800 എബോവ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ബാങ്കുമായിട്ട് ലോൺ എടുത്ത ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ നിങ്ങൾ അന്നത്തെ പ്രൊഫൈൽ അനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ ഇന്ന് ഈ 2025 മെയ് മാസം അതിന് മുൻപുമായിട്ട് ഇപ്പം റിപ്പോ നിരക്ക് കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഭവന വായ്പേൻ്റെ ഇതിലൊക്കെ ഇളവ് വരുന്നുണ്ട്. പലിശ കുറയ്ക്കണം എന്നുള്ള ഉത്തരവും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എലിജിബിലിറ്റി ഉള്ള കസ്റ്റമേഴ്സിനാണെങ്കിൽ ബാങ്കായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ EMI കുറയാൻ സാധ്യതയുണ്ട്. അതേപോലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ട് EMI കുറയ്ക്കാനുള്ള ഓപ്ഷനും ഇപ്പോൾ നിലവിലുണ്ട്. താങ്ക് യു.